നിങ്ങൾ സമരം ചെയ്യുന്നത് ഈ ചെവി കേൾക്കാത്ത കണ്ണ് കാണാത്ത കിരാതന്മാരുടെ മുമ്പിലല്ലേ? 1300 രൂപ വേണമെന്ന് പറഞ്ഞല്ലേ സമരം ചെയ്യുന്നത്? 1300 വേണം, അല്ലെ? പകുതി പൈസ അല്ലേ ചേച്ചി, മിനി ചേച്ചി? 700 രൂപ. ആ 700 രൂപ വേണമെന്ന് പറഞ്ഞ് മഴയത്തും വെയിലത്തും സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ തമ്പുരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കീറോണം അടിച്ച് പോകുന്ന സമയത്ത് 288 ദിവസം അല്ലേ? ഏതാണ്ട് ഒരു വർഷത്തോളം മഴയത്ത് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരം ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ച് സമരം ചെയ്ത സ്ത്രീ അപ്പുറത്തിരിക്കുന്ന ആശാ വർക്കേഴ്സിന്റെ പ്രതിനിധി. ഈ തമ്പുരാന്റെ കണ്ണ് തുറന്നിട്ടുണ്ടോ ചേച്ചി? തുറന്നിട്ടുണ്ടോ? ഞാൻ ആ സമരവേദി പോയതാ. മഴ പെയ്ത സമയത്ത് ഒരു ടാർപ്പ വലിച്ചു കെട്ടിയപ്പോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ടാർപ്പ കെട്ടാൻ പാടില്ല കേസെടുത്ത പോലീസും പുകവന്മാരും അവിടെ ഇരിക്കുന്നത്. അവര് നിങ്ങളുടെയൊക്കെ 1300 കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ജാസ്മിനെ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും. തയ്യാറാവണം, അല്ലാതെ ഇവന്മാരുടെ കാതിനകത്തോട്ട് ഇത് കേറത്തില്ല. ഈ ആശാവർക്കേഴ്സിന്റെ സമരം അവിടെ നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഞാൻ വേറെ സമരത്തിൽ പങ്കെടുത്തു. എന്തായിരുന്നു സമരം എന്നറിയാമോ? കേരളത്തിലെ പെൺകുട്ടികൾ, വനിതാ പോലീസ് ഓഫീസേഴ്സ് അല്ലെ? നിങ്ങളുടെ സമരത്തിന്റെ തൊട്ടപ്പുറത്ത് വനിതാ പോലീസേഴ്സ് പെൺകുട്ടികൾ PSCയിലെ റാങ്ക് ലിസ്റ്റിൽ നിയമനം വന്ന് പേര് വന്ന പെൺകുട്ടികളാണ്. അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോകുന്നു. 30 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 10-60 പെൺകുട്ടികൾ, നിങ്ങളെ പോലെ പെൺകുട്ടികൾ ഇവരെ സമരം ചെയ്യുന്ന തൊട്ടപ്പുറത്ത് സമരം ചെയ്തു. മുട്ടയിഴഞ്ഞു, റോഡിലിറങ്ങി, മെഴുകുതിരി കത്തിച്ചു. ഞാൻ ആ സമരത്തിൽ പോയിട്ട് അവിടെ അഭയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ മാസ്ക് ഇട്ട് സമരം ചെയ്യുന്നതെന്ന്. അപ്പൊ അഭയ എന്നോട് പറഞ്ഞത്, സാറേ 3 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭർത്താവിന് മാത്രമേ ഞാൻ സമരത്തിൽ വന്നെന്ന് അറിയുള്ളൂ, എന്റെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല. ഇവിടെ സമരം ചെയ്യുന്ന ഫോട്ടോ അവർ കണ്ടാൽ അവർ കരയും, നോവും. അതുകൊണ്ട് മാസ്ക് വെച്ച് സമരം ചെയ്ത പെൺകുട്ടികൾ അപ്പുറത്തുണ്ട്. ഇവന്മാരെ അവരെ തൊട്ട് നോക്കിയിട്ടില്ല. കോവിഡ് സമയത്ത് ഇവരെ ഇവിടെ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ. കോവിഡ് സമയത്ത് വക്കീൽ എന്ന നിലയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. പോലീസുകാർക്കൊപ്പം ആ മാസ്കും ആ അദ്ദേഹത്തിന്റെ എന്തായാലും പേര് കിറ്റും ഇത് സകലതും വലിച്ചു കയറ്റി ഒരു പെൺകുട്ടി അല്ലെ, പ്രത്യേകിച്ച് പീരീഡ്സിന്റെ കാലമൊക്കെ ആണെങ്കിൽ അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഈ പുങ്കവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? മനസ്സിലാകത്തില്ല. അത് വിട്ട് വേർത്ത് കുളിച്ച് ആ കോവിഡ് സമയത്ത് തേരാപ്പാര ജോലി ചെയ്ത മനുഷ്യരാണ്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 2016 നിങ്ങൾ പറഞ്ഞ 1300 എന്നല്ലേ? 10 കൊല്ലം കഴിഞ്ഞു ഇതിന്റെ പുറത്ത് അടയിരിക്കും. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും, എന്റെ പൊന്നു ജാസ്മിനെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും രാവിലെ തൊട്ട് വൈകുന്നേരം ഇത്തരം ഒരു സമരം സംഘടിപ്പിക്കാൻ പറ്റില്ല. വൈകിട്ടാവുമ്പോ പൈന്റ് കുപ്പി കൊടുക്കണം, ബിരിയാണി കൊടുക്കണം. ഈ സമയമാകുമ്പോ പോവും. പക്ഷേ ഞാൻ നോക്കുന്നുണ്ട്, ഒറ്റ മനുഷ്യൻ പോലും പോയിട്ടില്ല. കാരണം ഇത് അതിജീവനത്തിന് സമരം ആയതുകൊണ്ടല്ല, നിങ്ങളുടെ സമരത്തിന് ന്യായമുണ്ടായതുകൊണ്ടും നിങ്ങൾ ഹൃദയം കൊണ്ട് സമരം ചെയ്തുകൊണ്ടും നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇതാരെങ്കിലും വിളിച്ച് സമരത്തിന് പോകണമെങ്കിൽ ബസ് കൊടുക്കണം, ബിരിയാണി കൊടുക്കണം, പൈന്റ്